ഈ ഒരു ഇലയ്ക്ക് ഇത്രയും ഗുണങ്ങളോ? ഇതെന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെ നിന്നാണേലും തേടി പിടിക്കും. ഈ ഇലയ്ക്കൊരു കുത്തലുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടാവില്ല. എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷെ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ കഴിക്കണമെന്നുമുണ്ട്. അങ്ങനെ തപ്പിപ്പിടിച്ച ഒരു ഒന്നൊന്നര കറിയാട്ടോ അത്. നിങ്ങളും എന്നെ പോലെ ആണെങ്കിൽ എന്നാ ട്രൈ ചെയ്തോ, എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കമൻസ് കണ്ടിരുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പം ഇങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇതിന്റെ ഗുണങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. വലിയ പാടൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. കുറച്ച് കഞ്ഞിവെള്ളം വേണം, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ എരിവിനായിട്ട് കുറച്ച് മുളകും, പിന്നെ മുരിങ്ങയില. ഇത്ര മതി കറി ഉണ്ടാക്കാൻ. സിമ്പിളാണ്. വേറെ 5 മിനിറ്റിൽ തന്നെ കറി റെഡിയാവും. അത് ഒന്നൊന്നര ടേസ്റ്റ് തന്നെ കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. എല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ദേ ഉള്ളി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളി വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴറ്റിയിട്ടേ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമുക്ക് മുളക് ചേർക്കാം. മുളക് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഈ മുളകിന് എരിവ് കുറവാണ്. അതുകൊണ്ട് ഞാനൊരു 5-6 ചേർത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ഒരു 2 മുളകോ 3 മുളകൊക്കെ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ വഴറ്റി കൊടുക്കണേ. നല്ലപോലെ ഇങ്ങനെ വഴറ്റി വരുമ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ ഐറ്റം കഞ്ഞിവെള്ളം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളം നമ്മൾ ചോറ് തിളപ്പിക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാകും. ആ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ, ഇതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് മാറ്റുന്ന ഒരു ഐറ്റം. ഈ മുരിങ്ങയിലേക്ക് ഒരു കുത്തലില്ലേ, നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോരനൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ കുറേ തേങ്ങ ഇട്ടാൽ മാത്രം എനിക്ക് ആ ഒരു കുത്തലൊന്നും ചെറുതായിട്ടൊന്നും മാറിയ പോലെ തോന്നുള്ളൂ. എന്നാലും എനിക്ക് മുരിങ്ങയില കൂട്ടി തന്നെ ചോറിനെ വെച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് കൂട്ടി മാത്രം ചോറുണ്ടിട്ടുണ്ട്. അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളപ്പോൾ എന്തായിരിക്കണം നോക്കിക്കോട്ടോ. ഒന്ന് തിളച്ച് വരുന്നുണ്ടല്ലോ, കഞ്ഞിവെള്ളം ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരണം. ഇനി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, നമ്മുടെ മുരിങ്ങയില ആഡ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയില നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചണേ. എന്നിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുരിങ്ങയില ആഡ് ചെയ്തതിന് ശേഷം അധികം നേരം ഒന്നും വേവിക്കണ്ട കേട്ടോ. 1-2 മിനിറ്റ്, മാക്സിമം ഒരു 3 മിനിറ്റ് അത്ര നേരം വേവിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ മുരിങ്ങയിലയുടെ ഗുണമൊക്കെ പോകുന്ന പറയണേ. അപ്പം അത് മറക്കാതെ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് വേണേ ഇനി ഉപ്പ് ആഡ് ചെയ്യാൻ. അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് പിന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും മതി കറി റെഡിയാക്കാൻ. നമ്മുടെ വീട്ടിൽ മുരിങ്ങയില ഉണ്ട് കേട്ടോ. അപ്പം ഇത് കഴിക്കാൻ എനിക്ക് ഗുണമുള്ളത് കൊണ്ടാട്ടോ ഞാൻ സത്യത്തിൽ കഴിക്കണേ. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചമ്മന്തി അരച്ചും കുറേ തേങ്ങയൊക്കെ ആഡ് ചെയ്തിട്ടോ ഈ സംഭവം ചെയ്യണം. പക്ഷെ ഇങ്ങനെ ഒരു ഐറ്റം അറിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എനിക്ക് വേറെ കറികളൊന്നും വേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ കഞ്ഞിയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് കഞ്ഞിയും പയറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ തോന്നുന്നു. അപ്പം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതൊന്ന് കണ്ടിന്യൂസ് ഒരു 1 മന്തൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഈ ഹെയർ ലോസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് മാറ്റമുള്ള ഒരു ഐറ്റം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് മാറ്റുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കണേ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആവുമല്ലോ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ പിന്നെ നിങ്ങളിത് മിസ്സാക്കാനേ നോക്കില്ല. ഞാൻ ഇതിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ കിട്ടിയ അറിവാട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഈ മുരിങ്ങയിലയിൽ നല്ല പോലെ കാൽസ്യം ഉണ്ട്. ഒരു 100 ഗ്രാം മുരിങ്ങയില എടുത്തു കഴിഞ്ഞാൽ ഒരു 420 മില്ലിഗ്രാം കാൽസ്യം ഉണ്ടെന്നാണ് പറയണേ. അതായത് നമ്മൾ 1 ഗ്ലാസ് പാല് കുടിച്ചാൽ പോലും ഇത്രയും കിട്ടില്ല, അതിലും കൂടുതലാ. ഇനി രണ്ടാമത്തെ ഗുണം, ഇതിൽ നല്ല പോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്. അതായത് നമ്മൾ ഓറഞ്ച് കഴിച്ച് വൈറ്റമിൻ സി ഉണ്ടാക്കണേക്കാളും 7 മടങ്ങ് ഈ മുരിങ്ങയിലയിലുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റാണ്. അതുപോലെ അയണും ഉണ്ട്, വൈറ്റമിൻ എയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല പോലെ ഫങ്ഷൻ നടക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വണ്ണുള്ളവർക്ക് അവരുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വെയിറ്റ് ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി നാലാമത്തെ കാര്യം, ഇതിൽ നല്ല പോലെ വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ബോണിനെ സ്ട്രെങ്ത് ചെയ്യാനൊക്കെ
ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി അഞ്ചാമത്തെ ഗുണം, നമ്മുടെ ഹെയർ ലോസ് ഉള്ളവർക്കൊക്കെ ഇത് എങ്ങനെ ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇതിൽ നല്ല പോലെ അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡ് ആണ് നമ്മുടെ ശരീരത്തിലെ സെൽസ് ഒക്കെ ബിൽഡ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ നല്ല പോലെ ആക്ടിവേറ്റ് നിർത്താനൊക്കെ സഹായിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഹെയർ ലോസ് നമുക്ക് കൺട്രോൾ ആവും. കൂടെ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്തിനും ഇത് സഹായിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടാതെ ഇതിൽ നല്ലപോലെ പ്രോട്ടീൻ ഉണ്ട്, അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബോൺസിന് നല്ല പോലെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെങ്ത് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആട്ടോ. പിന്നെ മാസത്തിലൊക്കെ 2-3 വട്ടമൊക്കെ ഹെയർ പാക്ക് ആയിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കൂട്ടോ. നല്ലതാട്ടോ അത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാ. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മുടെ കുരുക്കളൊക്കെ വന്നിട്ടുള്ള പാടില്ലേ, അത് മാറാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനത് കണ്ടിന്യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ അത് യൂസ് ചെയ്തിട്ട് മാറ്റുണ്ടോരുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യണേ. ഈ ഒരു ഇലയിൽ ഇത്രയും നല്ല ഗുണങ്ങളില്ലേ, അപ്പം നിങ്ങളിത് 1 മാസം ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കൂ. കണ്ടിന്യൂ ചെയ്തിട്ട് റിസൾട്ട്സ് എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻസിൽ പറയണേ. അപ്പോൾ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു.